Hello everyone, welcome to G-Board Plus One Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Board പ്ലസ് വൺ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മാപ്പ് മാർക്കിംഗ് ഹിസ്റ്ററിയിൽ നിന്ന് 4 മാർക്കിന് മാപ്പ് മാർക്കിംഗ് ചോദിക്കും. നിങ്ങൾക്ക് വേൾഡ് മാപ്പായിട്ട് തരിക. നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ തരിക, ഒരു വേൾഡ് മാപ്പ്, ഇതേപോലെയുള്ള ഒരു വേൾഡ് ഔട്ട്ലൈൻ മാപ്പ് തരും. ഇതിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയും, മാർക്ക് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ 4 മാർക്കിനാണ് പൊതുവെ എന്ത് ചെയ്യാറ്, മാപ്പ് ചോദിക്കാറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ കിട്ടാൻ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പ്ലസ് വൺ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ പ്ലസ് വൺ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്, റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, മെസപ്പൊട്ടോമിക് സിവിലൈസേഷൻ കുറിച്ച് പഠിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ മെഡിറ്ററേനിയൻ സീൻ്റെ ലൊക്കേഷൻ ഓർത്ത് വെക്കട്ടോ. ഇത് റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെഡിറ്ററേനിയൻ സീ പഠിക്കാനുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മെഡിറ്ററേനിയൻ സീ ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് വിച്ച് സീ ഈസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് ദി റോമൻ എംപയർ ആൻഡ് മാർക്ക് ഇറ്റ് ഓൺ ദി മാപ്പ്. അല്ലേ, റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന കടൽ ഏതാണ്, അത് ഭൂപടത്തിൽ മാർക്ക് ചെയ്യുക. അത് ഏതാടാ, മെഡിറ്ററേനിയൻ സീ അഥവാ മെഡിറ്ററേനിയൻ കടലാണ്. ഇവിടെയാണ് എന്ത് വരുന്നത്, മെഡിറ്ററേനിയൻ സീയുടെ പൊസിഷൻ വരുന്നത്. ഈ എ എന്ന് പറയുന്നത് ഇറാഖ് ആണല്ലേ, അത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കട്ടെ. അതായത് ഇൻ വിച്ച് കൺട്രി ദ മെസപ്പൊട്ടോമിക് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. അല്ലേ, ഏത് രാജ്യത്താണ് മെസപ്പൊട്ടോമിക് സംസ്കാരം മെച്ചപ്പെട്ടത്, ഏത് രാജ്യത്താണ്, ഇറാഖിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട് 2 റിവേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റൈൻ റിവർ ആയിട്ട്, ഇതാണ് എന്ത്, റൈൻ റിവർ, ഇതാണ് എന്ത്, ഡാന്യൂബ് റിവർ. രണ്ടിനെയും പൊസിഷൻ നോക്കി വെച്ചോ. പിന്നെ നമ്മുടെ റോം ഉണ്ട് അല്ലേ, റോമൻ എംപയറിന്റെ ക്യാപിറ്റലാണ് റോം. ദ ക്യാപിറ്റൽ ഓഫ് റോമൻ എംപയർ ഏതാടാ, റോമാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ അലക്സാണ്ട്രിയ, റോമിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു നഗരമാണ് ഇത് അലക്സാണ്ട്രിയ. അതേപോലെ തന്നെ എന്തുണ്ട്, സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് റോം, റോമിന്റെ 2ാമത്തെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളാണ് എന്ന് മാർക്ക് ചെയ്തത്. റോമിന്റെ ഈസ്റ്റേൺ സൈഡിലുള്ള പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്ന ആന്റിയോക്ക് ആണ് എന്ത്, എഫ് എന്ന് മാർക്ക് ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹാറ ഡെസേർട്ട്. കഴിഞ്ഞ നടന്ന പബ്ലിക് എക്സാമിന് എന്ത് ചോദിച്ചിരുന്നു, സഹാറ ഡെസേർട്ട് മാർക്ക് ചെയ്യാൻ ചോദിച്ചിരുന്നു. നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് നോർത്ത് സൈഡ്, ആഫ്രിക്കൻ വരങ്കരയുടെ വടക്ക് ഭാഗത്താണ് എന്തുള്ളത്, സഹാറ ഡെസേർട്ട് അഥവാ സഹാറ മരുഭൂമി ഉള്ളത്. പിന്നെ ഇവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്ത് എന്താണ്, കാസ്പിയൻ സീ ആട്ടെ, കാസ്പിയൻ കടലാണ്. ഈ എച്ച് എന്ന് മാർക്ക് ചെയ്ത് എന്താടാ, കാസ്പിയൻ സീ അഥവാ കാസ്പിയൻ കടലും. അതിനപ്പുറത്തുള്ളത് ബ്ലാക്ക് സീ അഥവാ കരിങ്കടലുമാണ്. ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്, ബ്ലാക്ക് സീ അഥവാ കരിങ്കടലും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിലായിരിക്കും ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ഈ ഒരു ഏർലി ഹ്യൂമൻസ് ഫോസിൽ, ആദ്യകാല മനുഷ്യരുടെ ഫോസിലുകൾ കിട്ടിയ ചില രാജ്യങ്ങളുണ്ട് അല്ലേ, നിങ്ങൾ നോക്കി വെച്ച് ഏതൊക്കെയാടാ. ഒന്ന് എന്തുണ്ട്, ജർമ്മനി. എ എന്ന് പറഞ്ഞ ഏതാടാ, ജർമ്മനിയാണ്. ബി എന്ന് പറഞ്ഞ ഏതാണ്, സ്പെയിനാണ്. സി എന്ന് പറഞ്ഞ ഏതാ, ഫ്രാൻസ് ആട്ടോ. അപ്പോൾ എ ജർമ്മനിയാണ്, ബി സ്പെയിൻ ആണ്, സി ഏതാണ്, ഫ്രാൻസ് ആണ്. ഇനി ഡി എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്, കെനിയ ആട്ടോ. ഡി എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്, കെനിയാണ്. ഇ എന്ന് മാർക്ക് ചെയ്ത് ഏതാണ്, എത്യോപ്യ ആണ്. എഫ് എന്ന് മാർക്ക് ചെയ്ത താൻസാനിയ ആണ്. അതിലാണ് എന്തുള്ളത്, ഒൽദുവായി ഗോർജ് ഉള്ളത്. ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്തോ, നോക്കി വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോന്നിനെയും പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി 4th ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദമസ്കസും ബാഗ്ദാദും ഉണ്ട്. എന്താണ് ദമസ്കസ് പറഞ്ഞാൽ, സിറിയയിലാണ് ദമസ്കസ്. ഉമയ്യിഡ്സിന്റെ ക്യാപിറ്റലാണ് ഇത് ദമസ്കസ്. അബ്ബാസിഡ്സിന്റെ തലസ്ഥാനമാണ് ഇത് ബാഗ്ദാദ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്, ദമസ്കസ് വരുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്, ബാഗ്ദാദ് വരുന്നത്. പിന്നെ മക്കയും മദീനയും എന്താടാ, ഇസ്ലാമിക് എംപയറുമായിട്ട് ബന്ധപ്പെട്ട 2 സ്ഥലങ്ങളാണ് ഇത്. സി മക്കയാണ്, ഡി മദീനയാണ്. പിന്നെ അബ്ബാസി റെവല്യൂഷൻ, അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത ഖുറാസാനാണ് എന്ത്, ഈ എന്ന് പറയുന്നത് കേട്ടോ. ഈ ലൊക്കേഷൻസ് എന്ത് ചെയ്തോ, ഒന്ന് ഓർത്ത് വെച്ചോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് ആയിട്ടുള്ള ആസ്റ്റക്, മായ, ഇൻക. ഈ സീന്ന് മാർക്ക് ചെയ്ത് മൊത്തം എന്താണ്, ഇൻകയാണ്. ഇൻക ഏത് രാജ്യത്തായിരുന്നു, പെറു രാജ്യത്തായിരുന്നു കേട്ടോ. പെറുവിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ഇൻക ഉണ്ടായിരുന്നത്. എന്ന് മാർക്ക് ചെയ്ത് എന്താണ്, ആസ്റ്റക് ആട്ട്. ഈ ഒരു മാർക്ക് ചെയ്ത് എന്താടാ, ആസ്റ്റക് ആണ്. ബി എന്ന് മാർക്ക് ചെയ്ത് എന്താണ്, മായൻസ് ആണ്. അപ്പോൾ ആസ്റ്റക്, മായൻസ്, ഇൻകാസ് എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ മംഗോളിയ, ചൈന, റഷ്യ ഉണ്ട്. ശ്രദ്ധിക്കണേ, ബി എന്താണ്, ചൈനയാണ്. എ എന്താണ്, മംഗോളിയാണ്. സി എന്താണ്, റഷ്യയാണ്. അപ്പോൾ ഇതങ്ങനെ അവിടെ മാപ്പിൽ ചോദിക്കാറില്ല. എന്നാലും ഇതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്തോ, ഒന്ന് നോക്കി വെച്ചോ. നമ്മുടെ നൊമാഡിക് കമ്പയറിൽ ഈ ഒരു കാര്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി 6th ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട്. ശ്രദ്ധിക്കണേ, ഈ എ എന്ന് മാർക്ക് ചെയ്ത് എന്താടാ, ഫ്രാൻസ് ആണ്. ബി എന്ന് മാർക്ക് ചെയ്തത് ഇറ്റലി. ഇറ്റലി നമ്മൾ റിനൈസൻസ് പീരീഡിലൊക്കെ ചോദിക്കാറുണ്ട്. ക്രാഡിൽ ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ട് എന്ന് വിളിക്കുന്നത് ആരാണ്, ഇറ്റലിയാണ്. അതേപോലെ തന്നെ സി ഏതാടാ, ഇംഗ്ലണ്ട് ആട്ടോ. സി ഏതാണ്, ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളോട് മാപ്പ് മാർക്കിങ്ങിൽ ചോദിക്കുന്നത്. പ്ലസ് 1 ഹിസ്റ്ററിയിൽ മാപ്പ് മാർക്കിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മക്കളെ, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ പ്ലസ് 1 സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക, റെഡിയാക്കി വെക്കുക, ഓക്കെ ആക്കി വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.